الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صل وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അശ്ശുറ 203 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫയഖൂലു, അപ്പോൾ അവർ പറയും, ഹൽ നഹ്നു മുൻളറൂൻ, ഞങ്ങൾ താമസം നൽകപ്പെടുന്നവരാണോ, ഞങ്ങൾ വൈകിപ്പിക്കപ്പെടുന്നവരാകണോ ഞങ്ങൾ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ഒഴിവ് കഴിവ് വല്ലതും ലഭിക്കുമോ, അള്ളാഹുവിന്റെ ശിക്ഷ അത് നേർക്കുനേരെ അവർ മുന്നിലേക്ക് വന്ന് ഭവിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് ഈ ശിക്ഷയിൽ നിന്ന് ലഭിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് താമസം നൽകപ്പെടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ആ ജൽപ്പനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആ പരാതികൾക്കും യാതൊരു തരത്തിൽ ഉത്തരവും ലഭിക്കില്ല. കാരണം അല്ലാഹുവിന്റെ ശിക്ഷ അത് നിർണയിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നുകൊണ്ട് ഒരു സമൂഹത്തെ ആകമാനം അത് പിടികൂടുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഖിയാമത്ത് നാളിലാണെങ്കിൽ മുഴുവൻ സൃഷ്ടി ജാലങ്ങൾക്കും ജീവജാലങ്ങൾക്ക് മേലും അത് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഒരു തരത്തിലുള്ള ആ രൂപത്തിലുള്ള വിട്ടുവീഴ്ചയും അതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതേസമയം അവർക്ക് വലിയൊരു ജീവിതം തന്നെ അവർക്ക് അല്ലാഹു ഒഴിവായി നൽകിയിട്ടുണ്ട്. അതൊക്കെയും പാഴാക്കിക്കൊണ്ടാണ് അവസാനം ശിക്ഷ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർ ഈ പരാതി പറയുന്നത്. അതാണല്ലോ പറയുന്നത്, അഫബിഅദാബിന, നമ്മുടെ ശിക്ഷയെ കുറിച്ചാണോ യസ്തഅജിലൂന, അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നബിമാരോട് പലപ്പോഴും അവർ ചോദിക്കാറുണ്ടായിരുന്നു, എവിടെയാണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ശിക്ഷ? അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കതൊന്നും വന്ന് ഭവിക്കുന്നില്ല എന്ന് നിരന്തരം അവർ പറയാറുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണല്ലോ പറയുന്നത്, അഫബിഅദാബിന, നമ്മുടെ ശിക്ഷയെ കുറിച്ചാണോ യസ്തഅജിലൂന, അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ അത് ധൃതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായി അല്ലാഹുവിനറിയാം ഏത് സമയത്താണ് ആ ശിക്ഷ കൊണ്ടുവരേണ്ടതെന്ന്. ആ സമയത്ത് അല്ലാഹു ശിക്ഷ കൊണ്ടുവരികയും ആ ശിക്ഷ മനുഷ്യകുലത്തിനെ പിടികൂടുകയും ചെയ്യും. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിന്റെ സമയത്ത് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് കൃത്യമായ ലോകാവസാനം സംഭവിക്കുക തന്നെ ചെയ്യും. ആരും തന്നെ അതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് കൃത്യമായി സമയാസമയം സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഒഴിവ് കഴിവ് നൽകിയിരിക്കുകയാണ് മനുഷ്യന്, ആ അവസരം നൽകിയിരിക്കുകയാണ്. നല്ല നേരായ നല്ല സന്മാർഗത്തിലേക്ക് കടന്നു വരണം. അതൊക്കെയാണ് അതിന്റെ പൊരുൾ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.